ഒരുപാട് കാലമായി ഈ ചോദ്യം ചോദിക്കുന്നു. ഉത്തരം എന്താ തരാത്തത്? ഉത്തരം തരണേ സ്വാമി. സ്വാമിജി, അവിദ്യാ കാരണത്താൽ ആത്മാവിൽ ജീവത്വഭാവവും ശരീരമനോബുദ്ധികളോട് താതാത്മ്യവും ഉണ്ടാകുന്നു. ആത്മാവ് ബ്രഹ്മമാണല്ലോ. അപ്പോൾ സ്വസ്വരൂപം വിസ്മരിച്ച് ജീവനായി സംസാരത്തെ അനുഭവിക്കുന്നത് ബ്രഹ്മമാണോ? അതെങ്ങനെ സാധ്യമാകും? ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, ആ പരമസത്യം സകലതിനും അതീതമാണ്. അതിനെങ്ങനെ ജീവഭാവം ഉണ്ടാവും? ഉത്തരം മായ എന്നാണെങ്കിൽ ഈശ്വരൻ സ്വശക്തിക്ക് അധീനപ്പെട്ടു പോയെന്നാണോ? ജീവൻ എല്ലായ്പ്പോഴും ബ്രഹ്മസ്വരൂപനാണ്. അങ്ങനെയിരിക്കെ ജീവൻ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ബോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? ജീവന് ബ്രഹ്മം തന്നെ, അണുപോലും വ്യത്യാസമില്ല. ജീവൻ ബ്രഹ്മം തന്നെ, അണുപോലും വ്യത്യാസമില്ല. ബ്രഹ്മം സ്വയം ഞാൻ ബ്രഹ്മമാണെന്ന് ബോധിക്കണോ? ഇതാണ് വളരെ നല്ല ഒരു സംശയം. വേദാന്ത വിചാരത്തിൻ്റെ സൂക്ഷ്മ തലത്തിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണിത്. ആദ്യം പറയാനുള്ളത്, ഒരുപാട് കാലമായി ചോദിക്കുന്നു എന്താ ഉത്തരം തരാത്തത് എന്നാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പല സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ, ചില ക്ലാസ്സുകൾ, ഇപ്പോൾ പ്രതിമാസം നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 50-1 പോലും റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരു 60 എണ്ണം ഒരു മാസത്തിലുണ്ടെങ്കിൽ അതിലൊന്നൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എല്ലാം ചെയ്താൽ നല്ലതാണ്, പക്ഷെ അതിനുള്ള സംവിധാനം അദ്വൈതാശ്രമത്തിന് ഇപ്പോൾ ഇല്ല. അങ്ങനെയുള്ളത് ആശ്രമത്തിന് വേണ്ടി സേവ ചെയ്യുന്ന ചിലർ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അദ്വൈതാശ്രമം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതാണ് സജ്ജനങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊന്നും പരിശോധിക്കാൻ വ്യക്തിപരമായി നമുക്ക് സാധിക്കാറില്ല. അതിൻ്റെ കമൻസ് നോക്കുക, അതിൻ്റെ ഭാഗമായി വരുന്ന ചോദ്യങ്ങളോ സംശയങ്ങളോ വായിക്കുക ഒന്നും പതിവില്ല. പ്രഭാഷണങ്ങൾ ചെയ്ത് ആരോ ചിലർ ഇടുകയാണ്, ആശ്രമമായിട്ട് ബന്ധപ്പെട്ടവർ. അവർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അതിനുത്തരം പറയും. അതും സമയം യോജിച്ച് വരികയും വേണം. തീർച്ചയായിട്ടും നല്ലതാണ് സ്ഥിരമായി അതിൽ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് മറുപടി, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ, വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ ഇപ്പോൾ അതിന് സാധിച്ചിട്ടില്ല. നമുക്ക് ആലോചിക്കാം നാളുകളിൽ അതിന് വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇതിൽ കമൻ്റ് ചെയ്യുന്നവർ നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒന്നും നോക്കാൻ സമയം കിട്ടാറില്ല, അതാണ് വസ്തുത. ഏതായാലും ഈ ചോദ്യത്തിലേക്ക് കടന്നാൽ, അവിദ്യാ കാരണത്താൽ ആത്മാവിൽ ജീവത്വഭാവവും ശരീരമനോബുദ്ധികളോട് താതാത്മ്യവും ഉണ്ടാവുന്നു. 100% ശരിയാണ്. ആത്മാവ് ബ്രഹ്മം തന്നെയാണല്ലോ. അവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ജീവോ ബ്രഹ്മൈവ ന അപര. ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നല്ല. ഇത് നമ്മൾ പറയുന്ന സമയത്തും എന്താണ് ജീവഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൂക്ഷ്മ ശരീരയുക്തമായ അഥവാ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിഫലിച്ച ആത്മചൈതന്യത്തിനാണ് നമ്മൾ ജീവാത്മാ എന്ന് പറയുക. ജീവാത്മാ എന്ന് നമ്മൾ പറയുമ്പോൾ സൂക്ഷ്മ ശരീര പ്രതിബിംബിതമായ ജീവഭാവ ആത്മഭാവമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും
5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്ന ഉപാധിയാണ്. കണ്ണാടിയിൽ സൂര്യബിംബം പ്രതിബിംബമായി കാണപ്പെട്ടു. സൂര്യനിൽ നിന്ന് ഭിന്നമായി അന്യമായി പ്രതിബിംബമില്ല. അതുകൊണ്ട് പ്രതിബിംബം ബിംബസൂര്യൻ തന്നെയാണ്, സംശയമില്ല. ജീവൻ ബ്രഹ്മം തന്നെയാണ്, സംശയമില്ല. എന്നാൽ മഞ്ഞ വർണ്ണമുള്ള കണ്ണാടിയിൽ സൂര്യപ്രതിബിംബം മഞ്ഞയായും നീലയിൽ നീലയായും ചുമപ്പിൽ ചുമപ്പായും, ഇനി ചില കണ്ണാടികളിൽ സൂര്യൻ നീണ്ടിട്ടും ചിലത് ചതുരമായും ചിലത് ഹ്രസ്വാകാരത്തിലും ചിലത് ബൃഹദാകാരത്തിലുമൊക്കെ കാണപ്പെടും. അപ്പം ഇവിടെ വലുത് ചെറുത് നീണ്ടത് ചതുരം അല്ലെങ്കിൽ നീല പച്ച ചുമപ്പ് ഇതൊന്നും സൂര്യൻ്റെ ധർമ്മമല്ല, അതൊന്നും സൂര്യനിലുള്ളതല്ല. അതെല്ലാം കണ്ണാടിയുടെ ധർമ്മങ്ങളാണ്. ആത്യന്തിക ദൃഷ്ടിയിൽ സൂര്യനിൽ നിന്ന് ഭിന്നമായിട്ട് കണ്ണാടിയുമില്ല. ഭൗമമായിരിക്കുന്ന സകലത്തിൻ്റെയും കാരണം സൂര്യൻ തന്നെയാണ്. കണ്ണാടിയുടെയും കാരണകാരണം സൂര്യൻ തന്നെയാണ്. എങ്കിൽ തന്നെയും കണ്ണാടിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന തലത്തിൽ ആ പ്രതിഫലിത ഭാവത്തിന് കണ്ണാടിയുടെ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ സൂര്യൻ്റെതാണെന്നല്ല നമ്മൾ പറയുക, കണ്ണാടിയുടേതാണെന്നാണ് പറയുക. ആത്യന്തിക ദൃഷ്ടിയിൽ സൂര്യഭിന്നമായി കണ്ണാടി ഇല്ലെങ്കിൽ പോലും ഇതേപോലെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാകുന്ന 3 ശരീരങ്ങൾ, ഇതിൽ സൂക്ഷ്മ ശരീരത്തിൽ ചിത്തത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ആത്മഭാവമാണ് ജീവാത്മാവെന്ന് പറയുമ്പോൾ ആ പ്രതിഫലിച്ചിരിക്കുന്ന തലത്തിൽ ജീവാത്മാവിന് വിശേഷതകളുണ്ട്. അത് ഉപാധിഗതമായ വിശേഷതകളാണ്. ആ ഉപാധിഗതമായ വിശേഷതകളാണ് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മം, കർമ്മസംസ്കാരങ്ങൾ, വാസനകൾ എല്ലാം. അപ്പോൾ ഈ പ്രതിഫലിത സൂര്യൻ വാസ്തവത്തിൽ സൂര്യൻ തന്നെ എന്നതുപോലെ ജീവാത്മാവിനെ നോക്കിയിട്ട് ഇത് ബ്രഹ്മം തന്നെ, പരമാത്മാവ് തന്നെ എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ജീവഗതമായിരിക്കുന്ന തലത്തിൽ ജീവൻ്റെ സവിശേഷതകളുണ്ട്. ഇനി സ്ഥൂല ശരീര താതാത്മ്യത്തോടു കൂടിയ അവസ്ഥയിൽ ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, ഞാൻ കറുപ്പ്, ഞാൻ വെളുപ്പ്, ഞാൻ തടിച്ചിട്ട്, ഞാൻ മെലിഞ്ഞിട്ട് ഇത്യാദി പല പല ഭേദങ്ങളും ജീവനിൽ വരുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പോൾ സ്വാഭാവികമായ തലത്തിൽ ഈ വ്യത്യാസങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ വ്യത്യാസങ്ങൾ കേവലം ഉപാധിഗതങ്ങൾ മാത്രമാണെന്നും പരമാർത്ഥത്തിൽ ഉള്ളതല്ലെന്നും അറിയുന്നു. ഈ 2 തലങ്ങളെയും നമുക്കൊരുപോലെ മനസ്സിലാക്കാൻ കഴിയണം. സ്വാഭാവികമായ ദ്വൈത പ്രപഞ്ചത്തെയും നിരുപാധികമായ കേവല ചൈതന്യ രൂപത്തെയും ഒരുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആത്മാവ് ബ്രഹ്മമാണല്ലോ, ആത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ കേവല രൂപം ബ്രഹ്മമാണ്. എന്നാൽ ജീവാത്മതലത്തിൽ ബ്രഹ്മമാണെന്ന് പ്രസംഗിച്ചതുകൊണ്ട് പ്രയോജനമില്ല. അവിടെ വിശപ്പ്, ദാഹം തുടങ്ങിയ ധർമ്മങ്ങളോടുകൂടി സാത്വിക, രാജസിക, താമസിക ഗുണക്രിയകളോടുകൂടി വിവിധ കർമ്മ സംസ്കാര വാസനകളോടുകൂടി കഴിയുന്ന കാലത്തോളം ബ്രഹ്മമാണ് എന്ന് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ഇപ്പോൾ പാരമാർത്ഥികമായി ബ്രഹ്മമാണ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ സ്വാഭാവികമായി ഈ വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ സ്വസ്വരൂപം വിസ്മരിച്ച് ജീവനായി സംസാരത്തെ അനുഭവിക്കുന്നത് ബ്രഹ്മമാണോ? ബ്രഹ്മം സംസാരത്തെ അനുഭവിക്കുന്നില്ല. ജീവഗതമായ തലത്തിൽ മാത്രമാണ്, ആ ജീവാത്മാവിനാണ് സംസാര ക്ലേശമുള്ളത്. അപ്പോൾ സംശയം വരാം, അത് ബ്രഹ്മഭിന്നം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് വ്യതിരിക്ത ഭാവം വരുന്നത്? നേരത്തെ പറഞ്ഞ അതേ ദൃഷ്ടാന്തം നമുക്ക് ആവർത്തിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ നീല, മഞ്ഞ, പച്ച എന്നീ 3 കണ്ണാടികൾ അല്ലെങ്കിൽ ചുമപ്പ് കണ്ണാടികൾ, അവയിലുണ്ടായ പ്രതിഫലിത സൂര്യൻ, ഈ പ്രതിഫലിത ഭാവത്തെ നമ്മൾ അടുത്ത ഒരു കെട്ടിടത്തിലെ വെള്ളവർണ്ണമുള്ള ഒരു മുറിയിലേക്ക്, ഇരുട്ടുമുറിയിലേക്ക്, വെള്ളവർണ്ണമാണ് എൻ്റെ ചുമരിന്, പക്ഷേ ഇരുട്ടുമുറിയാണ്, അതിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു ഒരു ദ്വാരം വഴി. ഇപ്പോൾ ആ മുറിയിൽ മഞ്ഞയാണ് എങ്കിൽ മഞ്ഞ വെളിച്ചമാണ് പരക്കുന്നത്, നീലയാണെങ്കിൽ നീല വെളിച്ചമാണ്, ചുവപ്പാണെങ്കിൽ ചുവപ്പ് വെളിച്ചമാണ്. അപ്പോൾ ഈ ചുവപ്പ് വെളിച്ചം, നീല വെളിച്ചം അല്ലെങ്കിൽ മഞ്ഞ വെളിച്ചം എന്നുള്ളത് അത് സൂര്യനുമായിട്ടല്ല ബന്ധിപ്പിക്കേണ്ടത്. അവിടെ വെളിച്ചം എന്നുള്ളത് മാത്രമാണ് സൂര്യനുമായി ബന്ധിപ്പിക്കേണ്ടത്. നീല, മഞ്ഞ, ചുവപ്പ്, പച്ച തുടങ്ങിയവ കണ്ണാടിയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇതുപോലെ സംസാരക്ലേശങ്ങൾ, സംസാര അനുഭവം, സുഖദുഃഖാദ്യ അനുഭവം ബ്രഹ്മത്തിനല്ല, അത് ജീവഗതമായ തലത്തിലാണ്. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, ആ പരമസത്യം സകലതിനും അതീതമാണ്. സകലതിനും അതീതമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം വരാം. സകലതിനും അതീതം എന്ന് പറയരുത്, സകലത്തിൻ്റെയും സ്വരൂപമാണ്. അതീതമാണെന്ന് പറയുമ്പോൾ അത് ഭിന്നമായിരിക്കും. അതീതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി തുടങ്ങിയവയ്ക്ക് അതീതമാണെന്ന അർത്ഥത്തിലാണ്. എന്നാൽ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം, ഇന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അതേ ചൈതന്യ വിശേഷം തന്നെയാണ്. അതുകൊണ്ട് അതീതം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്വരൂപം എന്നുള്ളതാണ് ശരി. അതിനെങ്ങനെ ജീവഭാവം ഉണ്ടാകും? നേരത്തെ പറഞ്ഞു. ഉത്തരം മായ എന്നാണെങ്കിൽ ഈശ്വരൻ സ്വശക്തിക്ക് അധീനപ്പെട്ടു പോയെന്നാണോ? നേരത്തെ വിസ്തരിച്ചത് പറഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. ജീവൻ എല്ലായ്പ്പോഴും ബ്രഹ്മസ്വരൂപനാണ്. തീർച്ചയായിട്ടും അതെ, സ്വരൂപതയാണ്, ബ്രഹ്മസ്വരൂപനാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ജീവഭാവമുള്ള കാലത്തോളം നമ്മൾ സ്വരൂപം മാത്രമല്ലല്ലോ. ഇപ്പം ഞാൻ എന്ന് നമ്മൾ ലൗകികമായി പറയുന്ന സമയത്ത് ഒരാൾ ബ്രഹ്മതത്വം അനുസന്ധാനം ചെയ്യുന്ന സാധകനാവട്ടെ, ബ്രഹ്മതത്വോപദേശം ചെയ്യുന്ന ഗുരുവാകട്ടെ, അല്ലെങ്കിൽ ബ്രഹ്മമീമാംസയെ പഠിക്കുന്ന, വായിക്കുന്ന വാചകനാവട്ടെ, ആരോ ആവട്ടെ, അയാൾക്ക് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളുണ്ട്. ആ ഉപാധികളുടെ സവിശേഷതകൾ അയാൾക്കുണ്ട്. അവിടെ ഉപാധികളുമായി താദാത്മ്യം വന്ന് തൻ്റെ പാരമാർത്ഥിക ബ്രഹ്മഭാവം അറിയാതെ പോയി. ഇനിയിപ്പോൾ വിചാരം ചെയ്ത് താൻ ബ്രഹ്മമാണെന്നുള്ള ബോധ സാക്ഷാത്കാരത്തിൽ ഈ താദാത്മ്യം ഒഴിയുന്നു. അഥവാ ഈ താദാത്മ്യം ഒഴിയുമ്പോൾ ഈ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മം സ്വയം ഞാൻ ബ്രഹ്മമാണെന്ന് ബോധിക്കണം, ഒരിക്കലും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വ്യത്യസ്ത ഉപാധി താദാത്മ്യം കൊണ്ട് ഇത് അറിയാതെ പോയി എന്ന് ജീവനാണ് ബോധിക്കുന്നത്. ആ ഉപാധി താദാത്മ്യങ്ങൾ ഒഴിഞ്ഞപ്പോൾ തൻ്റെ പാരമാർത്ഥിക രൂപം ബ്രഹ്മഭാവം എന്ന് ജീവനാണ് അറിയുന്നത്. ശ്രദ്ധിക്കുക.